ഓഡിറ്റിന് ഹാജരാക്കിയ 6 റെസീറ്റ് ബുക്കുകൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞല്ലോ. ആ 6 റെസീറ്റ് ബുക്കുകളിൽ 2 വ്യാജമായിരുന്നു എന്നും ആ 2 ഒറിജിനൽ കാണാനില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നീട് ടി.ഐ. മധുസൂദനൻ തന്നെ തന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ മറ്റൊരാളുടെ വശം ഈ റെസീറ്റ് ബുക്ക് കൊടുത്തുവിട്ടു. അപ്പോൾ സെക്രട്ടറി പറയുന്നു ധനാഭരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ ഒളിച്ചുവെപ്പാണല്ലോ ഇതിനകത്തെ വെട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 റെസീറ്റ് ബുക്കുകളിലായിട്ട് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ റെസീറ്റ് ആക്കിയിരുന്നെന്നും അതിൽ 6 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടാനെന്നും 17 ലക്ഷം രൂപയാണ് ലഭിച്ചതെന്നും പറയേണ്ടത്. ജി കൃഷ്ണനും അതുപോലെ തന്നെ ടി.ഐ. മധുസൂദനുമാണ് ഈ റെസീറ്റ് ബുക്കുകൾ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെട്ടിച്ച് കാണാതെ പോയി എന്ന് പറയുക, പിന്നീട് അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതല്ലേ തട്ടിപ്പ്. അതില് ഈ റെസീറ്റ് ബുക്ക് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ടി.ഐ. മധുസൂദൻ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷെ കാണാതെ പോയി എന്ന് പറയുമ്പോഴും അതിൽ ചേർത്ത പണം ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മുമ്പാകെ അദ്ദേഹം നൽകിയതാണ്. പണം നൽകി, പക്ഷെ റെസീറ്റ് ഇല്ല. റെസീറ്റ് പരിശോധിക്കുമ്പോഴല്ലേ നൽകിയ പണവും ചേർത്ത റെസീറ്റും ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് തപ്പി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ റെസീറ്റ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ പണം നേരത്തെ നൽകിയിട്ടുണ്ട്, അല്ലാതെ റെസീറ്റും പണം എടുത്തിട്ട് വരികയല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഇതിൽ CPM-ന്റെ ഒരു രീതി ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് ചിലപ്പോൾ റെസീറ്റ് ചേർത്ത് കൊടുക്കും, പണം കിട്ടിയിട്ടുണ്ടാവില്ല. ആ പണം ഓഫീസിൽ കൊടുത്തതെന്ന് പറയും, ഓഫീസിൽ കൊടുക്കും. ഇപ്പോൾ റെസീറ്റ് എൻ്റെ കയ്യിലുണ്ടാവും, പണം ഓഫീസിൽ കൊടുക്കും. പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്ന സഖാക്കളെ 100% വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നവരാണ് പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്നവർ എന്ന് ഞങ്ങളാരും കരുതിയില്ല. അങ്ങനെ ഉള്ളവരല്ല പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ റെസീറ്റ് കാണാതായ പ്രശ്നമുണ്ട്, അത് ഗൗരവമുള്ളതാണ്. അതോടൊപ്പം തന്നെ ആദ്യം ഈ പറഞ്ഞ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വ്യാജ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ. ആദ്യ റെസീറ്റ് അക്ഷരം തെറ്റിയപ്പോൾ, അക്ഷര പെശക് സംഭവിച്ചപ്പോൾ മാറ്റി അച്ചടിച്ചു. 2 തരം റെസീറ്റ് അല്ല, ഇപ്പൊ മാറ്റി അച്ചടിച്ചതാണെങ്കിൽ മസൂദന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ പ്രചരണം. അങ്ങനെയാണെങ്കിൽ ആ മാറ്റി അച്ചടിച്ച വ്യാജമെന്ന് പറയുന്ന റെസീറ്റ് മസൂദനിൽ ഉപയോഗിക്കേണ്ടത്. ഈ രണ്ടാമത് അക്ഷരത്തെറ്റ് ഇടതുപക്ഷം എന്ന് എഴുതിയാണല്ലോ തെറ്റ്. അതെ, ഇതിൽ ഈ അക്ഷരത്തെറ്റ് വന്നതും വേറൊരു പ്രസറാണ് അച്ചടിച്ചത്. പക്ഷെ അച്ചടിച്ചതായി കാണിച്ചിരുന്നത് ആദ്യത്തെ ഒറിജിനൽ അച്ചടിച്ച പ്രസിന്റെ പേരാണ്. സെക്രട്ടറി ഒന്നും കണ്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു. അത് നിങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിപ്പം ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിലെന്തോ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസിലാണ് അതിന്റെ പെശക് സംഭവിച്ചിട്ടുള്ളത്. നടപടി എടുത്തല്ലോ, ഓഫീസ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തല്ലോ, 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ. അദ്ദേഹം പാർട്ടിക്ക് മുമ്പാകെ തനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തല്ലോ. അദ്ദേഹം അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാപ്പാക്കണമെന്ന് അപേക്ഷിച്ചല്ലോ. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇത് 2022 നടപടി എടുത്തതാണ്, പുതിയ കാര്യമല്ല. ഇപ്പൊ ഓഫീസിൽ സംഭവിച്ച ഒരു പിഴവ്. ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ ആരെയാ ലക്ഷ്യം വെക്കുന്നത്? ലക്ഷ്യം വെക്കുന്ന ടി.ഐ. മസൂദനെയാണ്. ടി.ഐ. മസൂദന്റെ കയ്യിലുണ്ടായിരുന്ന റെസീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന റെസീറ്റ് അല്ല. മനസ്സിലായില്ലേ? കാണാതെ പോയി എന്ന് പറയുന്ന പ്രശ്നം വന്നിരുന്നു. ആ റെസീറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ളതല്ല. പറയുന്ന കാറ്റഗറിയിലുള്ള റെസീറ്റ് വേറെ ആൾ ഉപയോഗിച്ച റെസീറ്റാണ്. പക്ഷെ അത് അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ അച്ചടിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു ആരോപണം. അങ്ങനെ ഒരു സംഭവം. അതെ, അതില് റെസീറ്റ് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് ചെയ്ത ഓഫീസ് സെക്രട്ടറി തന്നെ പാർട്ടിക്ക് മുമ്പിൽ കുറ്റം ഏറ്റു പറയുകയാണല്ലോ. ആ കുറ്റം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് എന്തിനാണ് ഇതുമായി ബന്ധമില്ലാതെ, സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ടി.ഐ. മസൂദന്, പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥി പ്രധാനമായി വോട്ട് പിടിക്കുന്നതിലാണ് കേന്ദ്രീകരിക്കുക. പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ചിലർ കാശൊക്കെ കൊണ്ട് കൊടുക്കും, അല്ലാതെ മറ്റൊരു പണി അദ്ദേഹം ചെയ്യില്ല. റെസീറ്റ് അച്ചടിക്കുന്നതും
അതിൻ്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം വേറെ ആൾ. അതിന് മണ്ഡലം കമ്മിറ്റി ഉണ്ട്. ആ മണ്ഡലം കമ്മിറ്റിക്ക് ചുമതലക്കാരുണ്ട്, സെക്രട്ടറി ഉണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പം അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി തന്നെ ജാഗ്രത കുറവ് കാണിച്ചു വന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.